അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കോഡ് സെറ്റ് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. കോഡ് സെറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് എൻക്വയറി വരുന്ന ഒരു മോഡേൺ ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോഡ് സെറ്റിൻ്റെ ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ടോപ്പിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് റയോണിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഇത് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന കോഡ് സെറ്റിൻ്റെ ടോപ്പ് അധികം ലെങ്ത് ഒന്നുമില്ല, ഒരു ഷർട്ടിൻ്റെ അത്രയൊക്കെ ലെങ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കൂടിയ കോഡ് സെറ്റാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മീറ്റർ ക്ലോത്തൊക്കെ വേണ്ടി വരും. ഇത് ഒരു 3 മീറ്റർ കൊണ്ടാണ് ഞാൻ ഈ ഒരു കോഡ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു റയോണിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് അത്യാവശ്യം തിക്നെസ്സും സോഫ്റ്റ്നെസ്സും ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണ്ടവർക്ക് കൊടുക്കുക, അല്ലാത്തവർക്ക് അങ്ങനെയും ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യുക. ഞാനിവിടെ പാൻറ്റിന് ലൈനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തിക്നെസ്സോട് കൂടി നിൽക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും. അതുപോലെ തന്നെ കോഡ് സെറ്റിൻ്റെ ഈ ഒരു ടോപ്പിന് അധികം ലെങ്ത്ത് വരുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ പാൻറ്റിന് മാത്രമായിട്ട് ലൈനിങ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 175 രൂപയാണ് കേട്ടോ. നിറയെ ഫ്ലോറൽ പ്രിൻറ്റുകളാണ് ഇതിൽ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മെഷർമെൻറ്റ്സിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം നമ്മുടെ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെങ്ത്തും ആ ഒരു വിഡ്ത്തും കിട്ടുന്ന പോലെ ഈ ഒരു ഫാബ്രിക്കിനെ മടക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു 3 മീറ്റർ ക്ലോത്ത് മുഴുവനായിട്ടും ഈ ഒരു കോഡ് സെറ്റിന് വേണം കേട്ടോ. അപ്പം ഒരു തുണി പോലും വേസ്റ്റ് ആവാത്ത രൂപത്തിൽ അങ്ങനെ കിട്ടുന്നത് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ 4 ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചസാണ് കേട്ടോ. അപ്പം ഞാൻ 41 ഇതിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് 41 ആണ് കേട്ടോ. അപ്പോൾ 40 ആണ് നമ്മുടെ പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബെൽറ്റ് എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ചിൻ്റെ ബെൽറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 40 + 2 42 കിട്ടും. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 40 അല്ലേ. അപ്പോൾ നമ്മൾ താഴെ എന്ത് ചെയ്യും, താഴെ ബോട്ടമിൻ്റെ അവിടെ 2 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടാണ് ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഞാൻ ബാക്ക് പീസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് പീസ് മാറ്റി വെച്ചല്ലോ. അപ്പോൾ ഫ്രണ്ട് പീസിനുള്ള ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് പോലെ നല്ല വശം ഒന്ന് ഉള്ളിലേക്കാക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വരച്ചൊക്കെ ചെയ്തിട്ടാകുമ്പോൾ നല്ല വശം ഒന്ന് വൃത്തികേടാവില്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്താണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 41 ആണ്. ടോട്ടൽ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 13 ഇഞ്ചസാണ്. അപ്പോൾ 2 ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 26 എന്തായാലും ഉണ്ടാവും. ഇനി നമുക്ക് കാണേണ്ടത് വേസ്റ്റ് ലെങ്ത് ആണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ഈ 28നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് 7 കിട്ടും. അപ്പോൾ ഈ 7ൻ്റെ കൂടെ ഞാനൊരു 3 കൂടെ ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സീം അലവൻസിന് വേണ്ടിയിട്ടും പിന്നെ ഫ്രണ്ടിൽ ഞാൻ ചെറിയൊരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് സാധാ പലാസോ പാൻറ്റിനൊക്കെ എടുക്കും പോലെ വൈഡായിട്ട് എടുക്കുന്നില്ല. ഇത് നമുക്കൊരു ഷേപ്പിൽ നിൽക്കുന്നത് പോലെ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചസാണ്. പിന്നെ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ കൂടെ നമ്മൾ ബെൽറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു 14 ഇഞ്ചസൊക്കെ നമുക്ക് കിട്ടും. ക്രോച്ച് ഏരിയയുടെ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം കർവായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഈ ഒരു ക്രോച്ച് ലെങ്ത്ത് നമ്മൾ കൂടി പോകരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ടോപ്പ് എന്ന് പറയുന്നത് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നമ്മളെ ആ ഒരു പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം വൃത്തിയില്ലാതെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ ആ ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോച്ച് ഏരിയ നമ്മൾ മാക്സിമം കറക്റ്റ് എടുക്കണം. ഇനി എടുക്കുന്നത് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ടേപ്പിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കിട്ടിയിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി 6 ഇഞ്ചസ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് വരച്ച് കൊടുക്കാം. ആ ഒരു ലൈന് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഹിപ്പിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ വരച്ച് കൊടുത്തില്ലേ, അവിടെ നിന്ന് താഴേക്ക് നമുക്കൊരു ലൈന് കൂടെ വരച്ച് കൊടുക്കണം. നമ്മൾ ബോട്ടം കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി താഴെ ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ സെൻറ്റർ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ച് ഇങ്ങോട്ടും മറ്റേ സൈഡിലേക്ക് 4 ഇഞ്ച് അങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെഷർമെൻറ്റാണ് നമ്മുടെ പാൻറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്.
അതേപോലെ നമ്മുടെ ക്രോസ് ലെങ്ത്തിൻ്റെ അവിടുന്ന് താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടും ഈ ഒരു സൈഡിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കർവിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 2 സൈഡിലും ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പാൻസിന് വേണ്ട മെഷർമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കൂടി സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ പാൻസിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്ക് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ 41 ഇഞ്ച് ബാക്കിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചില്ലേ, അപ്പോൾ ആ ഒരു ക്ലോത്തിനെ ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടും കൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ മെഷർമെൻറ്റ്സിൽ ഈ ഒരു ബാക്ക് പാർട്ടിന്. അതിനാണ് ഇത് 2 സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം ഫ്രണ്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു ഭാഗത്തുനിന്ന് 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ ബാക്ക് പാർട്ടിൽ കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ബെൽറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക് പാർട്ട് നമുക്ക് കുറച്ചൊരു ലൂസിൽ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 2 ഇഞ്ച് തന്നെ നമ്മൾ താഴെ നമ്മുടെ ബോട്ടം വരെ നമ്മൾ ഈ ഒരു 2 ഇഞ്ച് കീപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഇത് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി തീരെ വണ്ണമില്ലാത്ത ആളാണെങ്കിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അങ്ങനെയൊക്കെ എടുക്കാം. ഇനി ഇല്ലെങ്കിൽ സെയിം അളവിൽ തന്നെ ഫ്രണ്ടും ബാക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ബാക്കി വരുന്ന അളവുകളൊക്കെ സെയിം ആയിട്ട് തന്നെ കേട്ടോ വരച്ച് കൊടുക്കുന്നത്. ക്രോച്ച് ഏരിയേൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ച് കൊടുത്തതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് 2ആയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനും കൂടി ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അങ്ങനെ നമ്മുടെ പാൻസിൻ്റെ ഒരു ഏകദേശം പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 പീസായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും സെയിം അളവിൽ തന്നെ ഞാൻ ഫ്രണ്ടിനും ബാക്കിനും ആയിട്ട് പ്രത്യേകം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻസൊക്കെ ഇടുമ്പോൾ കുറച്ച് തിക്നെസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഒരു പെർഫെക്ഷനായിട്ട് നിന്നോളും. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ടും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റയോൺ ഫാബ്രിക്കിനെയും അതുപോലെ തന്നെ കോട്ടൺ ഫാബ്രിക്കിനെയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 4ഉം ഒരുപോലെ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ മെയിൻ ഫാബ്രിക്കും അതുപോലെ കോട്ടൺ ഫാബ്രിക്കും കൂടി ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് നല്ല വശം ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ക്രോച്ച് ഏരിയയാണ്. അപ്പോൾ ഇതുപോലെ ബാക്കും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ക്രോച്ച് ഏരിയയാണ് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്.
ഇതുപോലെ ക്രോച്ചേര് രണ്ടും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ലൈനിങ്ങും എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ ചെറിയൊരു ടക്ക് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തായിട്ടും ഇതുപോലെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് ഒരു 5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ടക്ക് ഇട്ടിട്ട് അവിടെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പീസിൻ്റെ അത്ര വിടുത്ത് നമ്മുടെ ഫ്രണ്ടത്തെ പീസിന് വേണ്ട. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടക്കും കൂടെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ഒരു ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഭാഗം നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നെ അത്ര ലെങ്ത്തിൻ്റെ ആവശ്യവും ഫ്രണ്ടിൽ വരുന്നില്ല. ഇതിൻ്റെ 4 ഭാഗത്തും സീം അലവൻസിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വീതം നമുക്ക് വേണം. അതുപോലെ നമ്മൾ ടക്ക് ഇട്ട് കൊടുത്തില്ലേ, ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് എത്രയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ടാപ്പിനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള 16 ഇഞ്ചസാണ്. ഇനി നമുക്ക് സൈഡും കൂടി സീം അലവൻസിന് വേണ്ടിയിട്ട് പോകും 2 സൈഡിലും. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള 16 ഇഞ്ചസാണ്. അപ്പോൾ ഞാൻ ആ ഒരു 16 ഇഞ്ചസ് പ്ലസ് 2 ഇഞ്ചസ് ആഡ് ചെയ്തിട്ട് ബെൽറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിൽ ബെൽറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ വശത്ത് ലൈനിങ്ങായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മറിച്ചിട്ടിട്ട് നല്ല വശത്തായിട്ട് മറിച്ചിട്ടിട്ട് അവിടെയും കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടാണ് ഈ ഒരു ബെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ആ ഒരു ഭാഗത്തായിട്ട് ഒന്ന് മടക്കിയും കൂടി തയ്ച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ ഒന്നും കൊടുത്തിട്ടില്ല. കുറച്ചും കൂടി ഒരു തിക്നെസ്സിൽ നല്ല സ്ട്രൈറ്റിൽ നിൽക്കണം എന്നുള്ളവർക്ക് ഒരു ക്യാൻവാസ് പേപ്പറും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇത് ഈ ഒരു ലൈനിങ്ങിൻ്റെ കൂടെ തന്നെ വരുമ്പോൾ അത്യാവശ്യം തിക്നെസ് വരുന്നുണ്ട്. ഇതുപോലെയാണ് ബെൽറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ തന്നെ ഞാൻ ബാക്ക് സൈഡിലും ഇതുപോലെ ഒരു ബെൽറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഒരു പീസൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് കൂടെ കൊടുക്കണം. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പം നമുക്ക് ഇലാസ്റ്റിക് കൂടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ്സിൻ്റെ കൂടെ പകുതിയാക്കിയിട്ടാണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ടോട്ടൽ മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 22 ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊരു 11 ഇഞ്ചാണ് ഈ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അത്രയും ഭാഗം നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് ചുരുക്കിയെടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബെൽറ്റ് ഉണ്ടാക്കിയെടുത്തില്ല, അതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക്കിനെ കടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലാസ്റ്റിക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഇലാസ്റ്റിക്കും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. എൻ്റെ ഒരു ഇലാസ്റ്റിക് എന്ന് പറയുന്നത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നിന്നിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിൻ്റെ നടുവിലായിട്ട് സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് ഇലാസ്റ്റിക്കിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇലാസ്റ്റിക്കിനെ വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഇലാസ്റ്റിക് നീങ്ങിപ്പോവൊന്നുമില്ല, പെർഫെക്റ്റായിട്ട് അവിടെ തന്നെ നിന്നോളും. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ആദ്യം ബാക്കി വന്ന പീസിന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാക്കി നല്ല വശവും വെച്ചിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്ന് സൈഡ് രണ്ടും ജോയിൻ ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം.
രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗം 1 ഇഞ്ച് വീതിയിൽ രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു താഴെ ഭാഗത്ത് എടുത്തിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഫ്രണ്ട് പീസിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ ബാക്ക് പീസിന് എടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ കിട്ടുന്നത് 8 ഇഞ്ചസ് ആണ്. അത്രയും തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മതിയാവും. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പാൻറ് ഇവിടെ റെഡി ആവുന്നതാണ്. ഇതുപോലെ ഒരു ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈനിങ്ങും എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോഡ് സെറ്റ് പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ നമുക്ക് ഇത് കിട്ടിയ മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റാണ് ഒന്നും കൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ടോപ്പിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വീഡിയോ കുറച്ച് അധികം ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാൻറ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്. അപ്പോൾ ഏതൊരു സൈസിലും ഈ ഒരു പാൻറ് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു കോഡ് സെറ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 സൈഡിലും ഒക്കെ ഒന്ന് ഓവർലോക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.